ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വൈകിയ വേളയിൽ അത്താഴമൊക്കെ കഴിച്ച് ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കൊലപാതക കഥയാണ്. വണ്ണപ്പുറത്തിനപ്പുറത്തുള്ള കമ്പക്കാനം, മുണ്ടംമുടി കമ്പക്കാനത്ത് നടന്ന ഒരു കൊലപാതക കഥ. ഈ കൊലപാതക കഥ നടന്നത് 2018 ജൂലൈ 29 എന്നാണ് എൻ്റെ ഓർമ്മ. കൊല്ലപ്പെട്ടത് കൃഷ്ണൻ്റെ ഭാര്യ സുശീല, പിന്നെ കൃഷ്ണൻ്റെ മകന്. കൃഷ്ണൻ 52 വയസ്സായിരുന്നു. കൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് 50 വയസ്സ്. പിന്നെ ആർഷ എന്നാണ് പെൺകുട്ടിയുടെ പേരെന്നാണ് ഓർമ്മ. പിന്നെ മകൻ്റെ പേര് അർജുൻ എന്നാണ് ഓർമ്മ. അവർക്ക് 20ഉം 18ഉം വയസ്സുകളായിരുന്നു. ഈ കൃഷ്ണൻ നല്ല അജാനബാഹുവായ ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു. ഈ കൃഷ്ണന് മന്ത്രവാദവും അങ്ങനെയുള്ള ചെറിയ ചെപ്പടി വിദ്യകൾ അറിയാമായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ശിഷ്യത്വത്തിൽ അടിമാലിക്കാരൻ അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ മന്ത്രവാദം പഠിക്കാൻ ചെല്ലുകയും വീട്ടിൽ താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞ് ഈ അനീഷ് വേറെ ഓരോ സ്ഥലത്ത് മന്ത്രവാദ പരിപാടികൾ നടത്തിയിട്ട് അത് വിജയം കൈവരിക്കാനായില്ല. അപ്പോൾ അനീഷ് പയ്യെ കൃഷ്ണനുമായിട്ട് മാനസികമായി സ്വരരസക്കുറവ് വന്നു. എന്തെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ മുഴുവനും പഠിപ്പിച്ചില്ല എന്നാണ് അനീഷ് ധരിച്ചത്. അതുകൊണ്ടാണ് ഫലിക്കാതെ വന്നതെന്നാണ് അനീഷ് തെറ്റിദ്ധരിച്ചേക്കുന്നത്. കൃഷ്ണൻ ഇതറിയുന്നുമില്ല. അപ്പോൾ ഏതായാലും അനീഷിൻ്റെ മനസ്സിൽ ദുർചിന്തകൾ കയറി. അനീഷ് ആശാനായ കൃഷ്ണനെ വകവരുത്തിയേക്കാമെന്ന് തീരുമാനിച്ചു. വകവരുത്തി കൃഷ്ണൻ്റെ വീട്ടിലെ മന്ത്രവാദ ഗ്രന്ഥങ്ങളെല്ലാം കൈവശപ്പെടുത്തി അതിൽ കൃഷ്ണൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ച് വലിയ മന്ത്രവാദിയാകാമെന്ന ദുർമോഹം അനീഷിന് കയറി. ഏതായാലും അനീഷിൻ്റെ കൂട്ടുകാരായ 3 പേരെയും കൂടെ കൂട്ടിന് ചേർത്തു. അപ്പം കൃഷ്ണനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കുകയില്ല. അതുപോലെ അജാനബാഹുവാണ് കൃഷ്ണൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഫോട്ടോ ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ കമൻറ്റിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃഷ്ണനെ പറ്റി ഏതാണ്ട് മനസ്സിലാകും. അപ്പോൾ നേരിട്ട് ചെന്ന് അടിച്ചാൽ കൃഷ്ണൻ്റെ അടുത്ത് ഏക്കുകയില്ല. അപ്പോൾ അനീഷ് കൂട്ടാളികളെയും കൂട്ടി ആടിനെ കെട്ടിയേക്കുന്ന ആട്ടിൻകൂട്ടിൽ രാത്രിയിൽ കയറി ഇരുന്നു. അത് കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ ഒരാടിനെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പോൾ ആട് കരഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണന് ആട്ടിൻകൂട്ടിൽ എന്ത് സംഭവിച്ചു, കുറുക്കനോ നരിയോ വല്ലതും വന്ന് ആടിനെ പിടിക്കുന്നതാണോ എന്ന് കരുതി കൃഷ്ണൻ ആദ്യം ഓടിച്ചെന്നു. കൃഷ്ണനെ ഈ അനീഷ് ബൈക്കിൻ്റെ ഷോക്ക് അബ്സോർബർ റാഡ് കൊണ്ട് അടിച്ചു വീഴിച്ചു. പിന്നെ കൂട്ടാളികളെല്ലാം കൂടി കൃഷ്ണനെ കൊന്നു. പിന്നെ അവർ വീടിനകത്ത് കയറി ബാക്കി എല്ലാവരെയും വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കൃഷ്ണൻ്റെയും ഭാര്യ സുശീലയുടെയും മക്കളുടെയും ഡെഡ് ബോഡി ഇവർ തൊഴുത്തിലെ ചാണകക്കുഴിയിൽ ചെറിയൊരു കുഴി ചാണകം വലിച്ചു മാറ്റിയിട്ടുണ്ടാക്കി അതിലിട്ട് മൂടി. പിറ്റേന്ന് ഈ കൃഷ്ണനെയും കുട്ടികളെയും ഒന്നും സമീപവാസികൾ ആരും കാണുന്നില്ലാത്തതിനാൽ അവർ ചെന്നപ്പോൾ ആണ് ഈ കാര്യങ്ങളെല്ലാം ആരോ വീട്ടിൽ വന്നു ആക്രമിച്ചു ഇതെല്ലാം കാണുന്നത്. പിന്നെ തൊടുപുഴ പോലീസിൽ പരാതി കൊടുത്തു. തൊടുപുഴ പോലീസ് അന്വേഷിച്ചു.
അപ്പോൾ ഈ ചാണകക്കുഴി ഇളകി മറിഞ്ഞ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് മാന്തിയപ്പോൾ കൃഷ്ണനെയും ഭാര്യയെയും കുട്ടികളെയും അതിൽ നിന്ന് കിട്ടി. പിന്നെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഈ അനീഷിനെയും കൂട്ടാളികളെയും പോലീസ് പിടിക്കുകയാണ് ചെയ്തത്. 1 വർഷത്തിന് ശേഷമാണ് അത് ആ കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിലെത്തിയത്. ഇവരെ പിടിച്ച് റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വന്നപ്പോൾ 1-ാം പ്രതിയായ അനീഷ് വിഷം കഴിച്ച് മരിച്ചുവെന്നാണ് മാധ്യമങ്ങളിൽ വായിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ കിടക്കുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്നും എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, അർദ്ധരാത്രിയിൽ നമ്മളെ പുറത്തിറക്കാനായിട്ട് ടാപ്പ് തുറന്നിടുക, മുറ്റത്തുനിന്ന് കൊച്ചുങ്ങളുടെ കരച്ചിൽ പോലെ ശബ്ദം കേൾപ്പിക്കുക, നമ്മുടെ വളർത്തു മൃഗങ്ങളെ വേദനിപ്പിച്ച് കരയിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ തനിയെ നമ്മൾ ഇറങ്ങരുത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിശ്വസിക്കാവുന്ന വീടുകളിൽ വിളിച്ചു പറഞ്ഞ് കരുത്തന്മാരായ അവിടുത്തെ ആൾക്കാരെയും കൂട്ടി അവർ വന്നതിന് ശേഷമേ നമ്മൾ പുറത്തിറങ്ങാവുള്ളൂ എന്നതാണ് ഈ കഥയിലെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കമ്പക്കാരൻ കേസാണ് എൻ്റെ മനസ്സിലേക്ക് ഇന്ന് വന്ന ഒരു കൊലപാതക കേസ്. ഏവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. നമ്മളും വിജിലൻ്റായിട്ട് വേണം എപ്പോഴും ജീവിക്കാൻ എന്നതാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം. ഓക്കെ സുഹൃത്തുക്കളെ, ശുഭരാത്രി.